അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ഹൊറിസോൺ ലൈൻ. ഡയറക്ടർ മൈക്കൽ മാർസിമെയിൻ സംവിധാനം ചെയ്ത് 2020 പുറത്തിറക്കിയ അടിപൊളി ത്രില്ലർ അഡ്വഞ്ചർ മൂവിയാണ് ഹൊറിസോൺ ലൈൻ. സിനിമയുടെ തുടക്കം സെറായും ജാക്സണും എന്ന രണ്ട് കപ്പിൾസിനെയാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഡേറ്റിങ്ങിന് വന്നതാണ്. അങ്ങനെ സന്തോഷത്തോടെ സമയങ്ങൾ ചിലവഴിക്കുന്നു. അപ്പോഴേക്കും ജാക്സന് ഒരു കോൾ വരികയാണ്. എന്നാൽ ഈ കോൾ ഇവന്റെ കള്ളക്കാമുകിയുടെ കോളായിരുന്നു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ പുറത്തുപോയി സംസാരിക്കുമ്പോൾ ഈ കാര്യം സാറ കണ്ടുപിടിക്കുകയും അതിന്റെ പേരിൽ അവർ തമ്മിൽ ബ്രേക്കപ്പ് ആവുകയും ചെയ്യുന്നു. തന്നെ ചീറ്റ് ചെയ്തതിനാൽ അവളുടെ സമനില തന്നെ ആകെ മാറിയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കറക്റ്റ് 1 വർഷത്തിന് ശേഷം. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോൾ 1 വർഷമായിരിക്കുന്നു. ഒരു കോണ്ടാക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല. സാറ ഇപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്. ജോലിക്ക് ശേഷം പുറത്ത് കറങ്ങാൻ പോവാൻ അവളുടെ ഫ്രണ്ട് അവിടെ കോൾ ചെയ്യുകയാണ്. അവർക്ക് കറങ്ങാൻ വീക്കെൻഡ് ഡേ മാത്രമേ സമയം കിട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ വീക്കെൻഡ് ഡേ പോലെ ഒരു ഐലൻഡിൽ സമയങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ജാക്സനെ അവൾ അവിടെ വെച്ച് കാണാനിടയാകുന്നു. അവൻ അവന്റെ ഫ്രണ്ട്സിനോടൊപ്പം അതേ ഐലൻഡിൽ കറങ്ങാൻ വന്നിരിക്കുന്നു. അവസാനം അവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ചോദിക്കുന്നു. ഇപ്പോൾ അവർ തമ്മിൽ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് സംസാരിച്ച് നീങ്ങുന്നത്. എന്നാൽ പതുക്കെ പതുക്കെ പഴയതൊക്കെ മറന്ന് വീണ്ടും അവർ പ്രണയത്തിലാവുകയാണ്. എല്ലാം മറന്ന് ഒരുമിക്കാൻ രണ്ടുപേരും തീരുമാനമെടുക്കുന്നു. അന്ന് സാറയും ജാക്സനും ഒരുമിച്ചാണ് രാത്രി കഴിഞ്ഞിരുന്നത്. പക്ഷേ രാവിലെ ആവുമ്പോൾ അവൾ അവനോട് പറയാതെ എണീറ്റ് തിരിച്ചു പോവുകയാണ്. കാരണം അവളുടെ വീക്കെൻഡ് ഡേ കഴിഞ്ഞിരിക്കുന്നു. അവൾക്കിനി ജോലിക്ക് പോകണം. ഇവളുടെ ജോലി എന്തെന്നാൽ ഐലൻഡിൽ വെഡ്ഡിങ് കൂടി കഴിഞ്ഞവരെ തിരിച്ചു പറഞ്ഞു വിടുക എന്നതായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സമയം കഴിഞ്ഞാൽ അവിടെ ഐലൻഡിൽ ആളുകൾ നിൽക്കാൻ പാടില്ല. അവരെ നിർബന്ധമായും പറഞ്ഞു വിട്ടിരിക്കണം. ഇപ്പോൾ സാറ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടി ഐലൻഡിൽ പോവാൻ പോവുകയാണ്. അവിടെ പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞാലുടൻ അവിടെയുള്ളവരെ പറഞ്ഞു വിടാനും കൂടിയാണ് പോകുന്നത്. ഐലൻഡ് ആയതുകൊണ്ട് അവൾ ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റിലാണ് യാത്ര പോകുന്നത്. ഫ്ലൈറ്റ് ഓട്ടിക്കുന്നത് അവളുടെ കൂട്ടുകാരനായ ഫ്രെഡി എന്ന് പറയുന്ന പൈലറ്റുമാണ്. പോവാൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടേക്ക് അപ്രതീക്ഷിതമായി ജാക്സൺ കടന്നു വരികയാണ്. ഇവൻ വന്നതിന്റെ ഉദ്ദേശം ഇവളോടൊപ്പം ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുക. ഇവൾ എവിടെയാണ് പോകുന്നത് അതൊന്നും അറിയില്ലെങ്കിലും ഇവളുടെ കൂടെ സമയം ചിലവഴിക്കണം. അതായിരുന്നു അവന്റെ ആഗ്രഹം. അങ്ങനെ 3 പേരും കൂടി സന്തോഷത്തോടെ യാത്ര തുടങ്ങുകയാണ്. ആദ്യത്തെ 2 മണിക്കൂറോളം യാത്ര വളരെ ഗംഭീരമായിരുന്നു. എന്നാൽ അതിനുശേഷം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ദുരന്തം വന്നു കയറി. ഫ്രെഡി പൈലറ്റിന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതിനാൽ പെട്ടെന്ന് അവനിക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. അതോടെ ഫ്ലൈറ്റിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമാകുന്നു. അവർ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫ്രെഡി ഈ ഭൂമിയിൽ നിന്നും വിട പറയുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും ചേർന്ന് ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യുകയാണ്. അമിത വേഗത്തിലും സൈഡ് ചരിഞ്ഞും പോയതിനാൽ ഫ്ലൈറ്റിലെ കോമ്പസ് എല്ലാം തലതിരിഞ്ഞ് കേടായി പോകുന്നു. അതിനാൽ ഇവർ ഇപ്പോൾ ഏത് ദിശയിലാണ് നിൽക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇവർക്ക് പോകേണ്ട സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരെ ഇവർ എത്തിയിരിക്കുന്നു. ഏത് ദിശയിലാണ് പോകേണ്ടതെന്നും ഇവർക്കറിയില്ല. അങ്ങനെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന റേഡിയോയിൽ കൂടെ കൺട്രോൾ റൂമിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വെസ്റ്റിലോട്ട് പോകാൻ അവർ നിർദ്ദേശം കൊടുക്കുന്നു. പക്ഷേ അവർക്ക് ഏതാണ് വെസ്റ്റ് ഏതാണ് ഈസ്റ്റ് എന്നറിയാൻ കഴിയുന്നില്ല. കാരണം കോമ്പോസ് അവിടെ കേടായിരിക്കുകയാണ്. എന്നിരുന്നാലും ജാക്സൺ കോമ്പോസ് ഇളക്കി അതിനെ എന്തൊക്കെയോ ചെയ്ത് അവസാനം കോമ്പോസ് ശരിയാക്കുകയാണ്. എന്നിട്ട് അതിന്റെ സഹായത്തോടെ രണ്ടുപേരും വെസ്റ്റിലോട്ട് പോകുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് അവിടുത്തെ കാലാവസ്ഥ മുഴുവനും വൻ മോശമായിരുന്നു. പോരാത്തതിന് ഇടുങ്ങിയ കാർമേഘവും നല്ല ഇടിമിന്നലും ഫ്ലൈറ്റ് ക്രാഷാവാനുള്ള വക്കിൽ വരെ അവർ എത്തുമെങ്കിലും അവസാനം അതിനെയൊക്കെ തരണം ചെയ്ത് അത്ഭുതകരമായി അവർ അവിടെ നിന്നും കടന്നു പോവുകയാണ്. പക്ഷേ അവസാനത്തെ ഒരു മിന്നൽ രശ്മി വന്ന് ഫ്ലൈറ്റിൽ പതിക്കുകയാണ്. എന്നാൽ കഷ്ടകാലത്തിന് അത് വന്നു കൊണ്ടത് ഫ്യൂൽ ടാങ്ക് ഇരിക്കുന്ന സ്ഥലത്തും. അങ്ങനെ ഫ്യൂൽ ലീക്കായിക്കൊണ്ടിരിക്കുന്നു. 3/4 ഭാഗം ഫ്യൂലും അവർക്ക് നഷ്ടമായിരിക്കുന്നു. അതിനെ നിർത്താൻ വേണ്ടി ഒരു സേഫ്റ്റിയും ഇല്ലാതെ ജാക്സൺ പുറത്തേക്ക് പോയി ടേപ്പ് കൊണ്ട് ടാങ്കിന്റെ ലീക്ക് ഭാഗം ഒട്ടിക്കുകയാണ്. എന്നാൽ ആ ഒരു സാഹസികത്തിനിടയിൽ അവനിക്ക് പരിക്ക് പറ്റുകയും താഴെ വീഴാൻ പോകുന്ന സമയത്ത് സാറ കഷ്ടിച്ച് അത്ഭുതകരമായി ജാക്സനെ രക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ബാക്കിയുള്ള ഫ്യൂൽ ലാഭിക്കാൻ വേണ്ടി അകത്തുണ്ടായിരുന്ന വെയിറ്റ് കൂടിയ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയുന്നു. ഒപ്പം ഫ്രെഡിയോട് മനസ്സില്ലാ മനസ്സോടെ ഗുഡ് ബൈ പറഞ്ഞ് അവനെയും എടുത്ത് താഴെ എറിയുന്നു. ശേഷം താൻ തന്റെ ഫ്രണ്ടിന്റെ വെഡ്ഡിങ്ങിനാണ് പോകുന്നതെന്ന് സാറ ജാക്സനോട് പറയുന്നു. ഒപ്പം അതിനുവേണ്ടി എടുത്ത ട്രിൻസ് വെള്ളം എന്റെ കയ്യിൽ കുറെ ഉണ്ടെന്നുള്ള കാര്യവും പറയുന്നു. അപ്പോഴേക്കും ഒരു ബുദ്ധി ജാക്സന് തോന്നുകയാണ്. ആ ട്രിൻസ് എടുത്ത് നമുക്ക് ഫ്യൂൽ ടാങ്കിൽ ഒഴിച്ചാൽ ചിലപ്പോൾ അത് ഫ്യൂലുമായി മിങ്കിളായി ഫ്യൂൽ കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുകയും
ഇത് കേട്ടതോടെ സാറ ഇത്തവണ പുറത്തേക്കിറങ്ങി ജാക്സൺ പറഞ്ഞത് പ്രകാരം ട്രിൻസ് എടുത്ത് ഫ്യൂൽ ടാങ്കിൽ ഒഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ നടന്നത്. ട്രിൻസ് വെള്ളവും ഫ്യൂവലും ഒരുമിച്ച് ഫ്യൂവൽ അളവ് കൂടാനിടയാകുന്നു. ഇനി അവർക്ക് മുമ്പിലുണ്ടായിരുന്ന ലക്ഷ്യം തിരിച്ചു പോവുക എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങ് വരെ തിരിച്ചെത്താനുള്ള ഫ്യൂവൽ അവരുടെ പക്കമില്ലായിരുന്നു. പെട്ടെന്ന് താഴെ ഒരു ഐലൻഡ് ജാക്സൺ കാണാനിടയാവുകയും അത് സാറയോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവർ കണ്ടതുപോലത്തെ ഒരു ഐലൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല. അത് പേടികൊണ്ട് അവരുടെ വെറും തോന്നൽ മാത്രമായിരുന്നു. അങ്ങനെ വിഷമത്തോടെ തിരിച്ചു വരുന്ന വഴിക്ക് അവർ ശരിക്കും ഒരു ഐലൻഡ് താഴെ കാണുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടെ അവിടെ ഫ്ലൈറ്റ് ഇറക്കാൻ അവർ തീരുമാനിച്ച് കുതിച്ചു പായുമ്പോൾ അവിടം വരെ എത്താനുള്ള ഫ്യൂവൽ അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ എത്തുന്നതിന് മുമ്പേ ഫ്ലൈറ്റ് വെള്ളത്തിൽ വന്ന് വീഴുകയാണ്. അവർ നല്ല താഴ്ചയിലോട്ട് പോകുന്നു. പരുക്ക് പറ്റിയത് കൊണ്ടും വെള്ളത്തിൽ വന്ന് വീണ ഫോഴ്സ് കാരണം കൊണ്ടും ജാക്സൺ ബോധം കെട്ട് പോവുകയാണ്. പക്ഷേ സാറ അവനെ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് ലൈഫ് ബാഗൊക്കെ ധരിപ്പിച്ച് അവനെ മുകളിലേക്ക് എത്തിച്ച് ആ ഐലൻഡിലേക്ക് നീന്തി കയറുന്നു. സമയം ഇപ്പോൾ നട്ടുച്ച. സൂര്യപ്രകാശത്തിന്റെ രശ്മികൾ കാരണം ജാക്സന് ബോധം വരികയാണ്. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. അവർ വന്നു പെട്ടത് അവർ വിചാരിച്ചതുപോലത്തെ ഒരു ഐലൻഡ് ആയിരുന്നില്ല. പകരം കടൽ ഭാഗത്തുള്ള ലോ ടൈഡും ഹൈ ടൈഡും എന്ന പ്രതിഭാസമുള്ള പ്രദേശത്തായിരുന്നു. എന്നുവെച്ചാൽ പകൽ സമയത്ത് അവിടെ വെള്ളം താഴ്ന്ന് കര പോലത്തെ സ്ഥലമുണ്ടാവുകയും രാത്രിയാകുമ്പോൾ അതേ സ്ഥലത്ത് വെള്ളം തിരിച്ചു കയറി അവിടെ മുഴുവൻ മറയുകയും ചെയ്യും. ഇവിടെ ഇനി നിൽക്കുന്നത് നമുക്ക് അപകടമാണെന്ന് സാറയ്ക്ക് മനസ്സിലാവുകയാണ്. അവർ ആകെ പെട്ടു നിൽക്കുന്നു. ഇരുട്ട് തുടങ്ങുന്തോറും വെള്ളം കൂടുകയും അവസാനം അവർ മരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുകയാണ്. വെള്ളവും കയറി തുടങ്ങുന്നു. കയ്യിലുണ്ടായിരുന്ന ലൈഫ് ബാഗ് സാറയ്ക്ക് കൊടുത്തിട്ട് നീ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോ, എന്റെ കാര്യം നോക്കണ്ട എന്ന് പറയുന്നു. എന്നാൽ അതിന് സമ്മതം വയ്ക്കാതെ മരിക്കാനാണെങ്കിൽ ഒരുമിച്ച് ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകില്ലെന്ന് പറഞ്ഞ് അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ മുഴുവനും വെള്ളം കയറി കഴിയുന്നു. മരണം ഏത് നിമിഷവും വരുമെന്ന പ്രതീക്ഷയിൽ രണ്ടുപേരും ജീവന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ദൈവദൂതരെ പോലെ അവിടേക്ക് ഒരു ബോട്ട് വരികയാണ്. ഭാഗ്യം കൊണ്ട് അതിലുള്ളവർ ജാക്സനെയും സാറയെയും കാണുകയും അവരെ ബോട്ടിലേക്ക് രക്ഷിച്ചു കയറ്റുകയും ചെയ്യുന്നു. അകത്ത് വെച്ച് ജാക്സൺ സാറയോട് പറയുകയാണ്, നീ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഞാനിനി നിന്നെ ഒരിക്കലും വഞ്ചിക്കില്ല. നമ്മൾ ഇനി ഒരുമിച്ച് സുഖമായി ജീവിക്കുമെന്ന് പറയുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.